എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ? മുകളെ വല്ലാത്ത ഒരു മരവിപ്പാണ്. ഞാൻ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പലരും എത്തുന്നത് ഇവരെ മൃതദേഹം പേരുകൾ വിളിക്കുമ്പോൾ ഇവരൊക്കെ പോകുന്നത് അവരാവരുതേ, അവരുടെ ഉറ്റവരാവരുതേ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ്. അത് അവരിപ്പോഴും ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാകും, രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷയാണ് അവർക്ക്. പലരുടെയും നമ്മൾ അനുഭവങ്ങൾ കേട്ടു. ഇപ്പോൾ ഞാൻ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്, ദുരിതാശ്വാസ ക്യാമ്പിൽ. അപ്പോൾ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവർ കാല് തടയുമ്പോൾ ഒരു കൈയായിരുന്നത്. അങ്ങനെയൊക്കെ ആളുകളുടെ ആ ഒരു എത്രത്തോളം ദുരന്ത ഭൂമിയുടെ വ്യാപ്തി ഉണ്ടെന്ന് ഓരോ ആളുകളുടെ അനുഭവം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഒരു നമ്മൾ മനസ്സാകെ മരവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവരുടെയോട് ചോദിക്കുന്നു, ഇവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ തന്നെ അത്തരത്തിൽ ഓരോ കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇന്നലത്തെ അതേ സാഹചര്യം ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ്. കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ വരുന്നിങ്ങനെ തങ്ങളുടെ ഉറ്റവരെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമകരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു സ്ഥലം ഇപ്പോഴും കടന്നു പോകുന്നത്. കാരണം പലർക്കും അവരുടെ ഉറ്റവരെ കണ്ടെത്തിയോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ചേട്ടാ, മുണ്ടക്കൈന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ? മച്ചനുണ്ട്. കണ്ടോ? കണ്ടിട്ടില്ല. ബോഡി കണ്ട്, രണ്ട് ബോഡി പറഞ്ഞുള്ളൂ. ഇവിടെ ബോഡി ഉണ്ടോ? ಏನಾಗಿದೆ ಏನು ಇಲ್ಲ അങ്ങനെ ನಾನು വെല്ലച്ചനും വെല്ലമ്മനും ഇവിടെ തന്നെ ഉണ്ടായി. പക്ഷെ ഇത് എങ്ങനെ ആയെന്നറിയില്ല. രാത്രി ഇന്നലെ രാത്രി 3 മണിക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ആയത് കിട്ടുന്നില്ലാന്ന്. അപ്പൊ എന്റെ ഏട്ടനും വിളിച്ചു പറഞ്ഞിന് ഇന്നും വെല്ലച്ചനും വെല്ലമ്മനും മരിച്ചു പോയിന്. എന്റെ അനിയന് 3 ആള് മരിച്ചിന്. അതിന് ഡെഡ് ബോഡി ഒന്നും കൊണ്ടുപോകണം. അല്ല, ഇവന്റെ ചേച്ചി. ആ, ഇവന്റെ ചേച്ചി. ഒരു വീട്ടിലായിരുന്നോ? ഒരു കുട്ടിയെ സമയത്ത് ഒരേ വീട്ടിലാണോ? ഒരേ വീട്ടിലുണ്ടാവും. ചേട്ടൻ ഓടാൻ പറ്റി? ഞാൻ പുറത്തുണ്ടായിരുന്നു. അവർക്ക് വയസ്സായി. വയസ്സായി, അത് കാരണം പോരാൻ പറ്റിയില്ല. പറ്റില്ല.